നമ്മുടെ കട്ടേല സ്കൂളിലെ പിള്ളേർക്ക് വി മുരളീധരൻ മിഠായി തട്ടിയിട്ട് കൊടുത്തൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ ചെയ്യുന്നത്. അയാളിപ്പോൾ ഇന്നലെ രാത്രി അയാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ പോസ്റ്റ്. അതൊന്ന് കാണാത്തവരൊന്ന് വായിച്ചു നോക്കണേ. അയാൾ മന്ത്രി എത്തിയത് കൊണ്ട് ഒന്ന് നേരം വൈകിപ്പിക്കാതെ പുള്ളിയെ തിരിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിനിടയിൽ പറ്റിപ്പോയൊരു അബദ്ധമെന്നല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് അയാൾ പറയുന്ന കാര്യം. മന്ത്രിയെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ തിരിച്ച് വിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പിള്ളേർക്ക് മിഠായി കൊടുത്ത് തീർത്തതാണ്. അപ്പം അയാൾ അറിയാതെ അല്ല ചെയ്തത്, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അയാൾ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒന്നുമല്ലല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, സമപ്രായക്കാരാണെങ്കിൽ പോട്ടെ, അവർക്ക് അത് ഇയാൾ ചെയ്തതൊരു നെഗറ്റീവാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്ത അയാളുടെ വിവരമില്ലായ്മയാണെന്ന് ചിന്തിക്കാനുള്ളൊരു ശേഷി അപ്പുറത്ത് നിൽക്കുന്നൊരു മനുഷ്യനുണ്ടാവും. ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞു മക്കളെ മുമ്പിൽ ഇയാൾ ഇത് കാണിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും അവർക്ക് സാഹചര്യത്തിൽ അനുകൂലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു സാധനം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ പ്രാപ്തിയുള്ള മക്കളാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വരുന്ന മക്കളെന്ന് പറയുന്നത്. എനിക്കും ഒരു കൊച്ചുണ്ട്. അവനൊരു സാധനം വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാനായിട്ടുള്ളൊരു ധൈര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനൊരു ചോയ്സ് ഉണ്ട്. അതുപോലെയല്ലേ എല്ലാ മക്കൾക്കും. അല്ല, ഇയാളുടെ ആ ഒരു പ്രവൃത്തിയെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യം. പുള്ളി വളർന്നു വന്ന സാഹചര്യം, പുള്ളിയുടെ വീട്ടുകാരോട് അല്ലെങ്കിൽ പുള്ളിയുടെ അടുപ്പമുള്ള ആൾക്കാരോട് കാണിക്കുന്നൊരു രീതിയാണ് അയാൾ അവിടെ കാണിച്ചത്, പ്രസന്റ് ചെയ്തത്. അത് അയാളെ കുറ്റമായിട്ട് കാര്യമില്ല, അയാളെ ക്യാരക്ടർ അതാണ്. പക്ഷേ അയാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞിട്ട് ഈ മെഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. മന്ത്രിയെ പെട്ടെന്ന് നയിക്കാൻ വേണ്ടിയിട്ട് സമയപരിധി മൂലം അയാൾ തട്ടിയിട്ട് കൊടുത്തതാണ്. അവരെന്താ ഭക്ഷണം കാണാതിരിക്കുവാണോ, അല്ലെങ്കിൽ മിഠായി കാണാതിരിക്കുവാണോ? വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ പറയാം. ഇത്രത്തോളം വിവരക്കേടുള്ള ആൾക്കാരാണോ ജനപ്രതിനിധി എന്ന് പറഞ്ഞ് കയറി 4 കാലിൽ കയറി കുത്തിയിരിക്കുന്നത്? കൊള്ളാം എന്തായാലും. ഒന്നത്. ഇനി ഇതിനൊപ്പം വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ 2-3 ദിവസത്തിന് മുന്നേ ആയിട്ട് ആർത്തവത്തിന് ബേസ് ചെയ്തിട്ട് ഞാനൊരു ശ്രീലേഖ മാഡം സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ വെച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെവിടെയാണ് ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത്? അതിനടിയിൽ വന്നിട്ട് ഇന്ന പാർട്ടിയിൽ വിശ്വസിക്കുന്ന 1-2 പേര് വന്നിട്ട് ഇന്ന പാർട്ടി പറഞ്ഞത് കൊണ്ടല്ലേ ഇത് പൊക്കിപ്പിടിച്ചത്, നിങ്ങളുടെ പാർട്ടി പറഞ്ഞാൽ അത് പൊക്കി പിടിക്കുവോ എന്നൊക്കെ ആൾക്കാരുടെ മുന്നിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുമ്പം അത് എല്ലാവർക്കും ദഹിക്കണം എന്നില്ല. അത് ദഹിക്കാത്ത ആൾക്കാർ അത് പറയും. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആർത്തവം എന്ന് പറയുന്നത് 10-12 വർഷമായിട്ട് PCOS എന്ന് പറയുന്ന ഒരു പ്രശ്നവും കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുള്ളൊരു ആ ഒരു വേദന അറിയുന്ന ഒരാളെന്നുള്ള ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ 3/4 ഭാഗത്തോളം വേദന അനുഭവിച്ചാണ് എൻ്റെ ഓരോ മെൻസസും ഞാൻ തള്ളി നീക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്നെപ്പോലെ സഫർ ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലെ സർവൈവ് ചെയ്ത് വരുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ദഹനക്കേട് ഉണ്ടാവുമോ? ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതികരിച്ച് കണ്ടത് പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ. അത്രത്തോളം നമ്മുടെ സമൂഹം ഇതിനെക്കുറിച്ച് കുറേ അവയർനെസ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർ പ്രാപ്തിയായിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനും എടുക്കാനും ഒക്കെ. ചില ആൾക്കാർ എന്താ ഇങ്ങനെ പറയുന്ന ആൾക്കാർ കല്യാണം കഴിച്ചത് ഒരു സ്ത്രീയല്ലേ? ആ സ്ത്രീയല്ലേ അവരുടെ മക്കളെ പ്രസവിക്കുന്നത്? അവർക്ക് മക്കളായതും ഈ പറഞ്ഞ പോലെ പെൺപിള്ളാരാ. അപ്പൊ ഇതിനൊക്കെ കുറിച്ചിട്ട് എന്താണിങ്ങനെ? ഞാനൊരു കാര്യം പറയട്ടെ, സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാം. ഞാൻ ഒരു പാർട്ടിയിലും ഈ നിമിഷം വരെ ഒരു അംഗത്തുള്ള ഒരാളല്ല. എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇന്നത് വരെയും ഒരു പാർട്ടിയും പിറകെ പോയിട്ടില്ല, ഒരു കൊടിയും പിടിക്കാൻ പോയിട്ടില്ല. ഒരു പാർട്ടിക്കാരും എന്നെ വന്നിട്ട് അതേ ചെയ്യാവൂ ഇതേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ വന്ന് ചൊറിയേണ്ട കാര്യമില്ല. ഒരു കാര്യം പറയുമ്പം അഭിപ്രായമാവാം, ആ കാര്യത്തിന് ബേസ് ചെയ്തായിരിക്കണം. അല്ലാതെ അവിടെ രാഷ്ട്രീയം കൊണ്ടുവന്ന് പൊക്കി പിടിച്ച് ഒഴിച്ച് കലക്കി അത് എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആ പോസ്റ്റ് ഇട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ എടുക്കുന്ന ആ ഒരു സമയം വരെ എൻ്റെ ചിന്തയിലേ ഇല്ലായിരുന്നു ഈ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും. ആ നിമിഷം വരെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടില്ല, പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇനി ഞാൻ പറയും, ആർക്കാ കൊള്ളുന്നതെന്ന് എനിക്കൊന്ന് അറിയണം.
ഇപ്പം നിങ്ങളൊരു പാർട്ടിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനും ആ ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയെ വിശ്വസിച്ചോട്ടെ. അത് എൻ്റെ പേഴ്സണൽ കാര്യം. ഞാനത് നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വരുന്നില്ല. അപ്പോൾ തിരിച്ചും അങ്ങനെ ആവരുത്. അങ്ങനെ ആയാൽ ഞാൻ നല്ലത് പറയും. അത് പറയുമ്പം എൻ്റെ ഇൻബോക്സിൽ കയറി വന്നിട്ട് സോറി പെങ്ങളെ ഇനി അങ്ങനെ പറയത്തില്ല, എനിക്ക് പറ്റിപ്പോയി, അങ്ങനെ ഇങ്ങനെയെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം.